ഹലോ. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മുടെ വിസ എക്സ്റ്റെൻഡ് ചെയ്യാറാകുമ്പോൾ നമുക്ക് COS വേണമല്ലോ, സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ്. അപ്പോൾ അതെങ്ങനെയാണ് കിട്ടുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ NHSൽ വർക്ക് ചെയ്യുന്നവർക്ക് അവരുടെ വിസ കഴിയാവുന്നതിന് ഒരു 3 മാസമൊക്കെ മുമ്പത്തേക്കും HR-ൽ നിന്ന് നമുക്ക് മെയിൽ വന്നു തുടങ്ങും, നമ്മുടെ വിസ കഴിയാറായി, അപ്പോൾ അത് റിന്യൂ ചെയ്യേണ്ട സമയമായി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾക്ക് പ്രൂഫ് ഓഫ് അഡ്രസ്സ് കാണിക്കാനായിട്ട് നമ്മളുടെ ഇലക്ട്രിസിറ്റി ബില്ല് അല്ലെങ്കിൽ കൗൺസിൽ ടാക്സ് അടയ്ക്കുന്ന ബില്ല്, പിന്നെ നമ്മുടെ 3 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, അതുപോലെ തന്നെ നമ്മുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി. അപ്പോൾ ഇത് 3ഉം എടുത്തിട്ട് പാസ്പോർട്ട് ഒറിജിനൽ നമ്മുടെ കയ്യിൽ വയ്ക്കണം. അപ്പോൾ ഇത് 3ഉം, ഈ കോപ്പീസ് 3ഉം എടുത്ത് നമ്മുടെ ഇൻചാർജിട്ട് അടുത്തില്ല. അപ്പോൾ നമ്മുടെ ബാൻഡ് 7ഓ അല്ലെങ്കിൽ ബാൻഡ് 6 ആയാലും കുഴപ്പമില്ല, ബാൻഡ് 6ഓ ബാൻഡ് 7ഓ അല്ലെങ്കിൽ മേട്രൺ ആരെങ്കിലും നമ്മളിത് കാണിച്ച് വെരിഫൈ ചെയ്ത് അവരവരുടെ സൈൻ ചെയ്ത് തരണം. ആ 3 കോപ്പിയിലും സൈൻ ചെയ്യിപ്പിക്കണം. എന്നിട്ട് നമ്മൾ ഇത് നമ്മളുടെ NHSലെ HR മെയിലിലേക്ക്, വർക്ക് ഫോഴ്സിൻ്റെ മെയിലിലേക്ക് അയച്ചു കൊടുക്കണം. ഇത് 3ഉം അയച്ചു കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് തന്നെ അയക്കാമെന്നുള്ളൂ. അവർ സൈൻ ചെയ്ത് തന്നാൽ മതി, വെരിഫൈ ചെയ്ത് തന്നാൽ മതി ഇത് കറക്റ്റ് ആളാണ് എന്ന് നമുക്ക് അവർ വെരിഫൈ ചെയ്യുക. അപ്പോൾ അവരുടെ സൈൻ ഉണ്ടല്ലോ എല്ലാ കോപ്പിയിലും. അപ്പോൾ സൈൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ HR-ൻ്റെ ഇമെയിലിലേക്ക് അയച്ചു കൊടുക്കുക. വർക്ക് ഫോഴ്സ് എന്ന് പറഞ്ഞൊരു ഇമെയിൽ അഡ്രസ്സ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ അയച്ചു കൊടുക്കുക. എനിക്കാണെങ്കിൽ ഒരു 2 ആഴ്ച അതിന് മുമ്പ് തന്നെ COS കിട്ടിട്ടോ. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാം, റിന്യൂ ചെയ്യാനായിട്ട് അപ്ലൈ ചെയ്യാം. അതെൻ്റെ വേറൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ട് COSന് വേണ്ടിയിട്ട് നമ്മുടെ പാസ്പോർട്ട് കോപ്പി, അതുപോലെ തന്നെ അഡ്രസ് പ്രൂഫ് കാണിക്കാനായിട്ട് നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ലോ അല്ലെങ്കിൽ കൗൺസിൽ ടാക്സിൻ്റെ ബില്ലോ, അത് പിന്നെ 3 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, ഇത് 3എണ്ണം കൂടെ കൂടിയിട്ട് നമ്മൾ പോയിട്ട് നമ്മുടെ സിസ്റ്ററിൻ്റെ കയ്യിൽ നിന്ന് സൈൻ മേടിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.